നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കെആർ. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. കേരളത്തിൽ UDFന് അനുകൂലമായ ശക്തമായ തരംഗമാണ് വീശുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP വടക്കാഞ്ചേരി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവനെ ശത്രുപക്ഷത്ത് നിർത്തി ഭരിക്കുന്ന പിണറായി സർക്കാരിൽ നിന്നും ജനങ്ങൾ മോചനം ആഗ്രഹിക്കുന്നുവെന്നും വടക്കാഞ്ചേരി ഇത്തവണ UDFനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വടക്കാഞ്ചേരി കുണ്ടന്നൂർ മുട്ടിക്കലിലെ സ്വകാര്യ ക്വാറിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തി. മരിച്ച സതുൽ കൃഷ്ണന്റെ മാതാവാണ് മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് കാട്ടി വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയത്. മാർച്ച് 20-ന് പൂട്ടിക്കിടന്ന ക്വാറിയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നുവെന്നും മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. സംസ്ഥാനത്ത് വേനൽ ചൂട് അതികഠിനമായി തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ അറിയിച്ചു. മാധ്യമപ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർ എന്നിവർക്ക് പ്രത്യേക സുരക്ഷ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. CPIM പ്രവർത്തകനെ വധിക്കുവാൻ ശ്രമിച്ച കേസിൽ 4 പേർ പിടിയിൽ. കുണ്ടന്നൂർ എരഞ്ഞിക്കൽ ക്ഷേത്രോത്സവത്തിനിടെ CPIM പ്രവർത്തകനെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലാണ് 4 BJP പ്രവർത്തകരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. രാഷ്ട്രീയ വൈരാഗ്യമാണ് അക്രമത്തിന് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊടുമ്പ് സ്വദേശികളായ 4 പേരെയാണ് പോലീസ് സംഘം പിടികൂടിയത്.